തൃക്കാക്കരയിലെ വോട്ടെണ്ണൽ സമയത്ത് UDF പ്രവർത്തകർ ഏറെ ആഘോഷത്തോടുകൂടി സ്വീകരിച്ച ഒന്ന് രണ്ട് വിജയങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് തൃക്കാക്കരയിലെ പാലച്ചുവട് വാർഡ്. അതിന് കാരണം എന്ന് പറയുന്നത് തൃക്കാക്കരയിൽ ഈ വട്ടവും താമര വിരിഞ്ഞില്ല. അതായത് തൃക്കാക്കരയിലെ UDFന്റെ ദീർഘവീക്ഷണം കൊണ്ട് കൃത്യമായി പാലച്ചുവട് വാർഡിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് നേരിട്ടപ്പോൾ BJPയുടെ മോഹങ്ങൾ വൃഥാവിലായിക്കൊണ്ട് UDF നേടുന്ന കാഴ്ചയാണ് കണ്ടത്. തൃക്കാക്കര നഗരസഭയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിന്റെ അപ്രത്യക്ഷത നീക്കം. CPM BJP ഡീലെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ നേതാവ് MS ശരത് കുമാർ കോൺഗ്രസിൽ ചേർന്നത്. ഞാൻ പറഞ്ഞത് ഒരൊറ്റ വാദമാണ്. BJPയെ സഹായിക്കുന്ന ഇടതുപക്ഷ നിലപാടിനെതിരായിരുന്നു എന്റെ പോരാട്ടം. എന്റെ പോരാട്ടം BJPക്കെതിരാണ്. BJP എത്രാം സ്ഥാനത്താണ്? അവിടെ രണ്ടാം സ്ഥാനത്തുണ്ട്. CPM പോലും രണ്ടാം സ്ഥാനത്ത്. കഴിഞ്ഞ 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പാലച്ചോട് വാർഡിൽ UDF സ്ഥാനാർത്ഥി നൌഷാദ് പല്ലച്ചിയേക്കാൾ കേവലം 10-25 വോട്ടുകൾക്ക് മാത്രമായിരുന്നു പിന്നിൽ BJP. അതായത് രണ്ടാം സ്ഥാനത്തായിരുന്നു, മുൾമുനയിലാണ് അന്ന് UDF ജയിച്ചു കയറിയത്. എന്നാൽ ഇത്തവണ BJP രഹിത തൃക്കാക്കര എന്ന ആശയവുമായി UDF സഖ്യം അതിന് നേരിട്ടപ്പോൾ വളരെ കൃത്യമായി അത് വർക്കൗട്ടാവുന്ന കാഴ്ചയാണ്. അതിന് തന്ത്രങ്ങളും നേതാക്കന്മാരുടെ സഹനങ്ങളും എല്ലാം ഇതിന് എടുത്തു പറയേണ്ട കാര്യമാണ്. സീറ്റിന് വേണ്ടി കടിപിടി കൂടുന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് സീറ്റ് വേണ്ട, ഇവിടെ നമ്മുടെ പാർട്ടിയാണ് ജയിക്കേണ്ടത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നൌഷാദ് പല്ലച്ചി ജനറൽ ആയിരുന്നിട്ടുകൂടി തൻ്റെ സിറ്റിംഗ് സീറ്റ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ BJPയെ തറപറ്റിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി അവിടെ ശരത് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ശരത് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുമുണ്ട് മറ്റൊരു കൗതുകം. ഈ ശരത് കുമാർ എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയിൽ നിന്ന് രാജിവെച്ച് വന്ന് UDFനൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥിയായ ഒരാളായിരുന്നു. ശരത് കുമാർ ഇവിടെ ഇടതുമുന്നണിയിൽ നിന്ന് പോരാൻ തന്നെ കാരണം പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ BJP CPM ഡീലുണ്ടെന്നാണ്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സമയത്ത് അവിടെ വളരെ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണി പാലച്ചോട് വാർഡിൽ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു മാറ്റം വേണമെന്ന് ഇദ്ദേഹം അടക്കമുള്ളവരെ ചില ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അത് പാർട്ടി പരിഗണിച്ചില്ല. അവിടെ ഒരു ദുർബലയായ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇട്ടുകൊണ്ട് ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ പാലച്ചോട് വാർഡിൽ BJPക്ക് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നു ജയിക്കാൻ എന്നുള്ള ആരോപണമാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. അതിന് പകരമായി മറ്റ് ചില വാർഡുകളിൽ ചില CPM നേതാക്കന്മാർക്ക് ജയിക്കാനുള്ള സാഹചര്യം BJP ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ നേതാക്കന്മാർക്ക് ഇടയിലുള്ള ചില അന്തർധാരയാണ് ഇവിടുത്തെ ഈ പ്രതിഷേധത്തിന് കാരണമായി ഇവർ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം CPMൽ നിന്ന് അവസാന നിമിഷം രാജിവെച്ച് മാറിക്കൊണ്ട് UDFൽ വന്ന് സ്ഥാനാർത്ഥിയായി വന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ അവിടുന്ന് രാജിവെച്ച് വന്ന് സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് ഇദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ കൂടി കേൾക്കാം. എനിക്ക് മനസ്സിലാവുന്നത് BJPയെ വളരെ എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ പ്രദേശത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ബീങ് എ സെക്യുലർ, നമ്മളൊരു സെക്യുലർ ഇതിലാണല്ലോ ഇതാവണം. അവിടെ BJPയെ അക്സെപ്റ്റൻസ് ഒരു പ്രാദേശിക തലത്തിൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് UDFലേക്ക് വന്നത്. അതായത് പാർട്ടി മൊത്തത്തിൽ എനിക്കൊരു അവസരം തന്നു, കോൺഗ്രസ് പാർട്ടി. കാരണം അവരുടെ ഐഡിയോളജി, നമ്മുടെ കോൺഗ്രസിന്റെ ഐഡിയോളജി BJPക്ക് എതിരായതുകൊണ്ട് എനിക്കൊരു അവസരം തന്നു. ഞാനതിനെ അങ്ങനെ മാത്രം കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ഫലപ്രഖ്യാപന സമയത്തെ UDFന്റെ ആവേശം മണപൊട്ടിയ ആ രംഗങ്ങളിലേക്ക് പോകാം. അതാ മനോഹരമായ കാഴ്ച. തൃക്കാക്കരയിൽ നിന്നുള്ള ത്രികോണ മത്സരം നടന്ന തൃക്കാക്കരയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ച. ത്രികോണ മത്സരം BJPക്ക് ഏറെ പ്രതീക്ഷയുണ്ടെന്ന് പറയാൻ പറ്റുന്ന തൃക്കാക്കരയെ പാലച്ചോട് വാർഡിലെ ശരത് കുമാർ വിജയിച്ചു വരുന്ന കാഴ്ചയാണ്. ശരത്തിന്റെ വിജയം. തൃക്കാക്കരയിൽ ത്രികോണ മത്സരം നടന്ന നൌഷാദ് പല്ലച്ചിയുടെ തന്ത്രങ്ങളുടെ വിജയം കൂടിയാവുകയാണ് പാലച്ചോടിലെ ഈ വിജയം. UDFന്റെ ഉജ്ജ്വല വിജയം. തൃക്കാക്കരയിലെ ഏറ്റവും വലിയ വിജയമായി ഈ പാലച്ചോട് മാറിയാണ്. കാരണം ത്രികോണ മത്സരം നടന്നത് താങ്കൾ LDFന്റെ ഒരു അവിടുന്ന് മാറി വന്നിട്ട് UDFൽ ചേർന്ന് മത്സരിച്ചാണ്. അവിടുത്തെ സിറ്റിംഗ് ആയിരുന്ന നൌഷാദ് പല്ലച്ചി വളരെ വിശാല മനസ്സോടുകൂടി മാറിക്കൊടുത്തതാണ്.
ഇത് UDF-ന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ വിജയമാണ്. ഇവിടെ ഞാൻ LDF -ന്ന് UDF-ലേക്ക് വന്നു, അതൊന്നും പ്രസക്തമല്ല. ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവാർഡിൽ വിജയിക്കുന്നു. അല്ല, താങ്കൾ ഉയർത്തിയ ഒരു വാദം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞത് ഒരൊറ്റ വാദമാണ്. BJP-യെ സഹായിക്കുന്ന ഇടതുപക്ഷ നിലപാടിനെതിരായിരുന്നു എന്റെ പോരാട്ടം. എന്റെ പോരാട്ടം BJP-ക്കെതിരായിരുന്നു. BJP-ക്കെതിരെ പോരാട്ടം. BJP എത്രാം സ്ഥാനത്താണ് അവിടെ? രണ്ടാം സ്ഥാനത്തുണ്ട്. അങ്ങോട്ട് CPM പോലും രണ്ടാം സ്ഥാനത്ത്. CPM-ന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത് അങ്ങനെയല്ല, അവര് ജയിക്കുന്നതാണ്, അതാവാം, പക്ഷെ രണ്ടാം സ്ഥാനത്ത് പോലും വന്നില്ല. ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു വാർഡാണ് ഈ പറയുന്ന പാലച്ചോട് വാർഡ്. അപ്പൊ ആ വാർഡിലെ ഒരു ശക്തമല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ LDF നിർത്തിയതാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം. എന്റെ പ്രതിഷേധം അതായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ UDF-ലേക്ക്. ഓക്കെ, നൗഷാദ് പല്ലച്ചി, നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല, തൃക്കാക്കരയിൽ ഷുവറായിട്ട് സീറ്റ് ഉണ്ടായിരുന്ന ഒരാള് വിശാല മനസ്സോടുകൂടി DCC-യിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി. അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥി മറ്റൊരാളെ ആക്കാൻ അവരോധിക്കാൻ വിശാല മനസ്സ് കാണിച്ചു. അതിനാദ്യം തന്ത്രങ്ങളുടെ വിജയം എങ്ങനെയാണ്? വളരെ സന്തോഷം. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ പാലച്ചോട് വാർഡിലുള്ളത്. ഇത്തവണ UDF ഈ വാർഡിൽ നിന്ന് വിജയിച്ചത് 293 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. രണ്ടാം സ്ഥാനത്ത് BJP-യെ പുറന്തള്ളിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെറും 25ഓളം വോട്ടുകൾക്ക് മാത്രം വിജയിച്ചുകൊടുത്ത് ഈ UDF-ന്റെ ഈ തന്ത്രം കൊണ്ട് ഈ പ്രാവശ്യം BJP-യെ പിന്നിലാക്കിക്കൊണ്ട്, അതും രണ്ടാം സ്ഥാനത്തെ ആക്കാൻ കഴിഞ്ഞുള്ളൂ, രണ്ടാം സ്ഥാനത്താക്കിക്കൊണ്ട് 293 വോട്ടിന്റെ വൻ വിജയം നേടി വാർഡ് നിലനിർത്തിയിരിക്കുന്നു. BJP-യുടെ സ്വപ്നങ്ങൾ തകർത്തിരിക്കുന്നു എന്നതാണ് സത്യം. എന്തായാലും പാർട്ടി ഭേദമന്യേ ഇദ്ദേഹത്തിനെ ഇപ്പോൾ ആശംസകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. എന്തായാലും തൃക്കാക്കരയിൽ ഇതുപോലെ നേതാക്കന്മാരുടെ ശാഠ്യങ്ങൾ കൊണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകൾ കൊണ്ട് ഇരുമുന്നണിയിലേയും ചില സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും നമുക്കിവിടെ ചർച്ചാ വിധേയമാക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ക്ലിപ്പിലൂടെ അതും ചർച്ച ചെയ്യാം. എന്തായാലും ഇന്നലെ നടന്ന ലൈവ് എൻ്റെ പ്രൊഫൈലിൽ ലഭ്യമാണ്. ഇതിൻ്റെ മുഴുനീള വീഡിയോ അവിടെ കാണാവുന്നതാണ്.